2025 ഇപ്പൊ നടക്കാൻ പോകുന്ന സേ പരീക്ഷ +2 കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാൻ പറ്റില്ല? അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. പലരോടും, പല കുട്ടികളോടും, പലർ എന്ന് പറയുമ്പോൾ പല കുട്ടികളോടും സ്കൂളിൽ നിന്ന് വരെ പറ്റില്ല, നിങ്ങൾക്ക് 2026 മാർച്ചിലെ ഇനി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം? അപ്പോൾ പല കുട്ടികളും അവരുടെ ചാൻസ് നഷ്ടപ്പെടുമോ, ഈ വർഷം ഇനിയും നഷ്ടപ്പെടുത്തേണ്ടി വരുമോ, ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നു, ഇതുവരെ പരീക്ഷ എഴുതിയിട്ട് ഓരോ പേപ്പറും ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, പലതും കിട്ടാനുണ്ട്, അപ്പോൾ കിട്ടാനുള്ള പേപ്പർ ഇനി എഴുതിയെടുക്കാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് പല കുട്ടികളും ചോദിക്കുന്നത്, ആശങ്കാകുലരാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് കൃത്യമായിട്ട് പറയുന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ 2025 മാർച്ചിൽ, അതായത് ഈ വർഷം മാർച്ചിൽ ഇപ്പൊ വന്നിട്ടുള്ള റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ ഉണ്ടായിരുന്നല്ലോ 2025. ആ 2025 മാർച്ചിൽ നടന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്തവരാണോ? ആ പരീക്ഷ നിങ്ങൾ എഴുതിയവരാണോ? ആ പരീക്ഷയിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടോ? അതാണ് ചോദ്യം ഒന്നാമത്തെ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്തു, നിങ്ങൾ ആബ്സെന്റ് ആണ്, നിങ്ങൾ പരീക്ഷ എഴുതിയില്ല, ആബ്സെന്റ് ആണ്, അതാണ് മറ്റൊരു കാര്യം. ഇനി മൂന്നാമതൊരു ചോദ്യം, 2025 മാർച്ചിൽ നടന്ന പരീക്ഷ ഞങ്ങൾ അറിഞ്ഞതേയില്ല, ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സേ പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തെ, ഇനി വരാൻ പോകുന്ന സേ പരീക്ഷ കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതിൽ ഈ 3 വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി പറയണം. അപ്പൊ ഞാൻ ആദ്യത്തെ കാര്യം പറയാം. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ 2025 മാർച്ചിൽ പബ്ലിക് എക്സാം എഴുതി അതിൽ തോറ്റു, ആ തോറ്റിട്ടുള്ള കമ്പാർട്ട്മെന്റുകാർക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജൂണിൽ നടക്കാൻ പോകുന്ന +2 സേ എക്സാമിന് എഴുതാം. അതിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ഓക്കെ, ആരും നിങ്ങളുടെ കൈ തടയില്ല, അപേക്ഷ കൊടുക്കാം. അതായത് സർക്കുലറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമ്പാർട്ട്മെന്റുകാർ എന്ന് പറഞ്ഞിട്ടില്ല, സർക്കുലറിൽ പറയുന്നതാണ് 2025 മാർച്ച് എക്സാമിൽ പരീക്ഷ എഴുതിയിട്ട് D+ഓ അതിന്റെ മുകളിലോ ഗ്രേഡ് നേടാൻ കഴിയാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഏതെല്ലാം വിഷയങ്ങളിൽ അവർ തോറ്റിട്ടുണ്ടോ അതെല്ലാം അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ റെഗുലർ സ്റ്റുഡന്റ് എന്നോ ഓപ്പൺ സ്കൂളിലെ സ്റ്റുഡന്റ് എന്നോ കമ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് എന്നോ വേർതിരിവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയുള്ള ആളായിരിക്കണം? കമ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് ആണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ 2025 മാർച്ചിലെ പരീക്ഷ എഴുതി ഇപ്പൊ വന്ന റിസൾട്ട് നിങ്ങളുടേത് കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ വെക്കാം, ഈ സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം, സേ പരീക്ഷ എഴുതാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വിഭാഗം ഏതാണ്? 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു, +1നും +2നും ഒരുമിച്ച് ഫീസ് അടച്ചു, +1 ആണ് എഴുതേണ്ടിയിരുന്നത്, അതായത് +2 ഓൾറെഡി പാസ്സാണ്, +1 ആണ് തോറ്റിരുന്നത്, അതുകൊണ്ട് +1 ഇംപ്രൂവ്മെന്റ് എഴുതി. ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ചു സംഭവിക്കാം, +1 എല്ലാം പാസ്സായിട്ടുണ്ട്, +2 ആണ് തോറ്റത്, അതുകൊണ്ട് +2 എഴുതി, പക്ഷെ ആ എഴുതിയ പേപ്പർ ജയിച്ചില്ല. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ വരും. ഓക്കെ, പിന്നെ പരീക്ഷയ്ക്ക് ഫീ ഒക്കെ അടച്ചു, പക്ഷെ പരീക്ഷ എഴുതിയിട്ടില്ല, ഹാൾ ടിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റുകാർക്ക് ഈ സേ പരീക്ഷ എഴുതാൻ പറ്റുമോ? അത് എഴുതാം. കാരണം എന്താ? നിങ്ങൾ ഫീ അടച്ചവരാണ്, നിങ്ങൾ ആബ്സെന്റ് ആയിട്ട് കാണിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആബ്സെന്റ് ആയവർക്കും പരീക്ഷ തോറ്റവർക്കൊക്കെ +2 പരീക്ഷ എഴുതിയവർ ഇട്ടാം. +2 പരീക്ഷ എഴുതിയവര് ആബ്സെന്റ് ആയവരും തോറ്റവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമ്പാർട്ട്മെന്റുകാർക്ക് ഈ സേ എക്സാമിന് ഫീ അടയ്ക്കാം, അതിൽ തെറ്റൊന്നുമില്ല.
ഇനി മറ്റൊരു വിഭാഗം, ഞങ്ങൾ അറിഞ്ഞില്ല, 2025 മാർച്ചിലെ പരീക്ഷ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾ ഈ സേ പരീക്ഷ അവർക്ക് എഴുതാൻ പറ്റില്ല. സേ പരീക്ഷ എന്ന് പറയുന്നത് മാർച്ചിലെ +2 പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം എഴുതാനുള്ളതാണ്. അതില് ആ പരീക്ഷയുടെ നില മെച്ചപ്പെടുത്താനാണ് സേ പരീക്ഷ നടത്തുന്നത്. ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ ഈ കമ്പാർട്ട്മെന്റുകാർ എന്ന് പറയുന്നത് 2024 വരെ ഉള്ളവരാണ് കേട്ടോ. 2018 മുതൽ ഉള്ള കുട്ടികൾക്ക് ഈ 2024 വരെയുള്ള വർഷങ്ങളിൽ തോറ്റിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ, അത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ, അതിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ തോറ്റ കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ആ തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മാർച്ചിലെ പരീക്ഷ എഴുതാമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ട് പലരും. എഴുതിയവരാരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ ആ തോറ്റ കുട്ടികൾക്ക് ഈ +2ന്റെ സേ പരീക്ഷ എഴുതാം. വ്യക്തമായല്ലോ. ഇനി അപ്പോൾ ഇനി പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോയിട്ട് ചോദിക്കുന്നു, പലരോടും ചോദിക്കുന്നു, അക്ഷയ സെന്ററിൽ ചോദിക്കുന്നു, വഴിയിൽ കാണുന്നവരോട് ചോദിക്കുന്നു, പഠിച്ചു കഴിഞ്ഞവരോട് ചോദിക്കുന്നു, എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? സർക്കുലർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അത് സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്, കുട്ടികൾ ഫീസ് അടയ്ക്കും, അത് വാങ്ങി വെക്കുക, അത് പരീക്ഷ എഴുതുക, ഹോൾ ടിക്കറ്റ് കൊടുക്കുക, അതൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ അതിൽ തർക്കമൊന്നുമില്ല. ഈ 2025 മാർച്ചിൽ, ഞാൻ വീണ്ടും പറയാം, 2025 മാർച്ചിലെ പബ്ലിക് എക്സാം +2 പരീക്ഷ എഴുതിയിട്ടുള്ള കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയിച്ച് നിൽക്കണ്ട. നിങ്ങൾക്ക് തോറ്റ വിഷയം വീണ്ടും ഒന്ന് പാസ്സാവാൻ ഒരു ശ്രമം നടത്താനുള്ള സമയം സേ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടും. സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇനി ഈ പിന്നെ കൊല്ലം പോയിട്ട് ഇങ്ങനെ ഈ എഴുതുന്ന പരിപാടിയൊക്കെ നിർത്ത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പഠിച്ചിട്ട് പോ, എന്നാലല്ലേ ഇത് ജയിക്കുള്ളൂ. നിങ്ങളിത് ഒന്നും നോക്കൂല, വെറുതെ പോയിട്ട് 4 തുണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അതും ചിലപ്പം നോക്കിക്കൊണ്ട് പോകും. തുണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടൂട്ടാ, ആള് കിട്ടുന്ന ചാൻസും കൂടെ ഇല്ലാതാവും. ഹിയറിംഗ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും, DHSCയിലേക്ക് കേട്ടാ. അപ്പൊ ആ പണിക്കൊന്നും നിൽക്കണ്ട, തുണ്ട് കോപ്പി അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് പോവുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ സേ പരീക്ഷ എങ്ങനെ പാസ്സാവണം എന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, ഈ സയൻസുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും 18 മാർക്ക് ഉണ്ടാക്കിയാൽ മതി. എങ്ങനെയൊക്കെ നമുക്ക് 18 മാർക്ക് കിട്ടും? മനസ്സിലായില്ലേ? ഒന്ന് നോക്കണ്ടേ നിങ്ങൾ? ഇനി മറ്റവരാണെങ്കിലോ, പ്രാക്ടിക്കൽ ഇല്ലാത്തവരാണെങ്കിൽ 24 മതി. 10 മാർക്ക് നമുക്ക് 1 വേർഡ് എഴുതിയാൽ തന്നെ കിട്ടും 10 മാർക്ക്. അപ്പോൾ 1 വേർഡ് 10ൽ 10 കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, 5 കൂട്ടിക്കോ. പിന്നെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5ന്റെയും പിന്നെ 4ന്റെയും 8ന്റെ ഒക്കെ ചോദ്യങ്ങളില്ലേ? നിങ്ങൾ എന്തിനാ ഉറങ്ങാനാ പോണ്? പരീക്ഷയ്ക്ക് ഫീസും അടച്ചിട്ട് ഹോൾ ടിക്കറ്റും വാങ്ങിയിട്ട് എക്സാം ഹാളിൽ പോയിട്ട് കിടന്ന് ഉറങ്ങും കുറേ ടീം. പിന്നെ എങ്ങനെ? എന്നിട്ട് ഓരോരുത്തർ കമ്പാർട്ട്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ചോദിക്കുക, ഇനി എത്ര ചാൻസ് ഉണ്ട്, ഇനി എത്ര ചാൻസ് ഉണ്ട്? ഈ ചാൻസ് ചോദിച്ച് നടക്കലല്ല ചെയ്യേണ്ടത്. നിങ്ങളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് പഠിച്ചിട്ട് വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ് നിങ്ങൾ. അത് വരുത്താതെ ഈ ഓരോ വർഷം നിങ്ങൾ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ വയസ്സ് കൂടുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹയർ സ്റ്റഡി ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്, ഭാവിയിൽ നമ്മൾ നന്നായിട്ട് പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ട് എത്ര ചാൻസ് കിട്ടും കമ്പാർട്ട്മെന്റുകാർക്ക് എന്നൊക്കെ ചോദിക്കുന്നവർ എന്ത് ചെയ്യുക? കിട്ടിയ ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുക. ചാൻസ് എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലമൊക്കെ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടില്ല. പിന്നെ വർഷം ഇത്ര ഇപ്പൊ 2018 മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നാണ്. ഇനി അടുത്തത് 2019 ആവും. അപ്പോൾ 18 ഉള്ളവരൊക്കെ ബാക്കിലേക്ക് പോകും, അവരൊക്കെ ഇനി എഴുതാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ വിഷയം വരികയാണ്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് പഠിച്ച് എഴുതി പാസ്സാവാൻ നോക്കുക. സയൻസുകാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്യൂഷന് പോവുക, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്, ഇതിൽ എവിടെയെങ്കിലും ട്യൂഷന് പോയാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു 1000 റുപ്യ കൊടുത്തിട്ട് ട്യൂഷന് പോവുക. എന്നാലെങ്കിലും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എത്രേ പറയാനുള്ളൂ. അപ്പൊ കമ്പാർട്ട്മെന്റുകാർക്ക് എഴുതാം, അതിൽ സംശയമൊന്നുമില്ല. എഴുതാതിരിക്കണ്ട, ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ട് വീട്ടിലിരിക്കണ്ട. ഓക്കെ, ഇനി ഇപ്പൊ അപേക്ഷിക്കാത്ത 2025 മാർച്ചിൽ അപേക്ഷിക്കാത്ത കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരെ അടുത്ത വർഷം എഴുതാട്ടോ. 2026 മാർച്ചിലേക്ക് എഴുതാം, അത് സംശയമൊന്നുമില്ല കേട്ടോ. അത് 2018 വർഷത്തിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ 2019 മുതലുള്ളവർക്ക് ഇനി എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ പെടും. ഓക്കെ, യെസ്. അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലുള്ളവരൊക്കെ പെടാതിരിക്കാൻ പരമാവധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.